ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പ് ഡേ കാർഡാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 20 സെൻറ്റിമീറ്ററിലുള്ള സ്ക്വയർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിയുള്ള പേപ്പർ ആയത് കാരണം തന്നെ നമ്മളിവിടെ സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് മടക്കി കൊടുക്കുന്നത്. അതൊന്ന് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കോർ ചെയ്ത് കൊടുക്കുന്നത്. സ്കോർ ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ നീറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ നടുക്കായിട്ട് ഒന്നുകൂടെ സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്കോർ ചെയ്തതും 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ളത്. 5, 10, 15 അങ്ങനെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. രണ്ട് വശവും സ്കോർ ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ ചാർട്ട് പേപ്പറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. 5 സെൻറ്റിമീറ്ററിലും അതുപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്ററിൽ അങ്ങനെ രണ്ട് വശവും മടക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ കട്ടി കൂടുതലായത് കാരണമാണ് സ്കോറിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ട് സ്കോർ ചെയ്തെടുക്കുന്നത്. ഈ ഒരു പേപ്പറിൻ്റെ എല്ലാ വശത്തും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു സെൻറ്ററിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു സെൻറ്ററിൽ നിന്ന് ഒരു വശത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് മറ്റേ വശത്തിൻ്റെ സെൻറ്ററിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കട്ടിയുള്ള പേപ്പറും ആണെങ്കിൽ മാത്രം സ്കോർ ചെയ്ത് കൊടുത്താൽ മതി. കട്ടി കുറഞ്ഞ പേപ്പറാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ എല്ലാ വശവും നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നമ്മളിങ്ങനെ നടുക്കിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മളിങ്ങനെ പുറത്തേക്ക് തള്ളി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മുകളിലുള്ള ഭാഗം നമുക്കൊരു സ്ക്വയർ ഷേപ്പായിട്ടാണ് കിട്ടുക. ഈ ഒരു പ്രസ് ചെയ്ത് കൊടുക്കുന്ന ഭാഗം നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലുമാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു വക്ക് പുറകോട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മടക്കുമ്പോൾ നമുക്ക് ഈ ഒരു കട്ടിയുള്ള പേപ്പർ ആയത് കാരണം തന്നെ ക്രാക്സ് വീഴുകയാണ്. അതുകൊണ്ട് പിന്നെയും നമ്മൾ സ്കോറിംഗ് ബോർഡിൽ ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ സ്കോറിംഗ് ബോർഡിൽ ഇങ്ങനെ സ്കോർ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണ പേപ്പറിൽ മടക്കി കൊടുക്കുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഓർഗാമി കാർഡാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്കോർ ചെയ്ത് കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ മടക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ഷീറ്റും അതുപോലെ തന്നെ പ്ലെയിൻ ഷീറ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലെയിൻ ഷീറ്റ് നമ്മൾ ഒരു പിങ്ക് കളറാണ് എടുക്കുന്നത്. പിന്നെ പ്രിൻറ്റഡ് ഷീറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു പ്രിൻറ്റഡ് ഷീറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നമ്മൾ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. അതൊന്ന് ഗോൾഡൻ ഷീറ്റിൽ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ പിങ്ക് കളറിൽ ഒരു പേപ്പർ വെച്ചിട്ട് അതിന് മുകളിൽ പ്രിൻറ്റഡ് ഷീറ്റും പിന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രിപ്പും കൂടെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാ കോർണറിലും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ ഷേപ്പ് എടുക്കുമ്പോൾ ആ ഒരു സൈഡിൻ്റെ ഒരു വശം അളന്നിട്ട് ആ ഒരു സൈസിൽ തന്നെ നമ്മൾ ഈ സ്ക്വയർ ഷേപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കാർഡിനെ നമ്മൾ ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 4 സൈഡിലും ത്രെഡ് വരുന്ന രീതിയിലാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ഹാർട്ട് ഷേപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടെ താഴെ കൊടുക്കാം. താങ്ക്